ഭാഷകളും അദ്ദേഹം പഠിച്ചു. ഹൈദരലി ദക്ഷിണേന്ത്യയിലെ ഫ്രഞ്ചുകാരുമായി സഖ്യത്തിലായിരുന്നതിനാൽ ഫ്രഞ്ച് ഉദ്യോഗസ്ഥരുടെ കീഴിൽ സൈനിക തന്ത്രങ്ങളും ടിപ്പു പഠിച്ചിരുന്നു. അന്ന് ടിപ്പു സുൽത്താന് 15 വയസ്സായിരുന്നു. താൻ പരിശീലിച്ച മുറകൾ ആദ്യമായി പ്രയോഗിക്കാൻ ഒരവസരം ലഭിക്കുന്നത് അപ്പോഴാണ്. മലബാറിലേക്കുള്ള മൈസൂരിന്റെ കടന്നുകയറ്റം നടക്കുന്ന സമയമായിരുന്നു അത്. ഏകദേശം 2000-ഓളം വരുന്ന സൈനികരുടെ ചുമതലയാണ് ടിപ്പു അന്ന് ഏറ്റെടുത്തത്. പ്രായം 15 ആയതുകൊണ്ട് ഹൈദരലിക്ക് ടിപ്പുവിന്മേൽ ചെറിയ ഒരു ഭയമുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം അത് പുറമേ കാണിച്ചില്ല. എന്നാൽ ഹൈദരലിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു യുദ്ധത്തിലെ ടിപ്പുവിന്റെ പ്രകടനം. മലബാറിലെ നിരവധി പ്രദേശങ്ങളാണ് ടിപ്പുവിന്റെ നേതൃത്വത്തിൽ കീഴടക്കിയത്. ഹൈദരലിക്ക് തന്റെ മകനെക്കുറിച്ച് വളരെയധികം അഭിമാനമാണുണ്ടായത്. തുടർന്ന് ഹൈദരലി 500 കുതിരപ്പടയാളികളുടെ കമാൻഡർ പദവി നൽകുകയും മൈസൂർ